ദൈനംദിന ജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് തേടാം. വില വർധനവ് പറഞ്ഞപ്പോൾ കോഴി വില കൂടിയിരിക്കണു. അത് പറഞ്ഞാലിപ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും കോഴിയില്ലാതെ പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തി. പച്ചക്കറിയൊക്കെ വില കേട്ടോ, എല്ലാ സാധനം വില കുറഞ്ഞപ്പോൾ. പിന്നെ വില കുറഞ്ഞാലും പ്രശ്നമാണ്, ആൾക്കാർക്ക് സാധനങ്ങൾ ഒരുപാട് കിട്ടും. ഇപ്പം നമുക്ക് കച്ചവടക്കാർക്ക് സാധനങ്ങൾ കിട്ടൂല, സാധനങ്ങൾ കിട്ടാനല്ല ആൾക്കാർ മാർക്കറ്റിലേക്ക് വരൂല. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ്. വില കുറഞ്ഞാൽ കൂടിയാലും പ്രശ്നമാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പോയാലും വണ്ടിക്കാരെ കച്ചവടക്കാരെ എല്ലായിടത്തും അവർ എല്ലാ സാധനവും വില കുറച്ച് കൊടുക്കാറേയും മാർക്കറ്റിലേക്ക് ആൾ കയറൂല. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. അതേമാതിരി വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അത് സീസൺ അനുസരിച്ച് സാധനത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും പിന്നെ ഇത് വർധനവും ചിലപ്പോൾ ഏറ്റവും കുറച്ചിലും വരും. നല്ല കുറക്കുമ്പോൾ ഹോട്ടലിലേക്ക് പരാതിയില്ലല്ലോ, ഉണ്ടാവലുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ, കാർഷിക സാധനങ്ങളാണ്. കാർഷിക സാധനങ്ങൾക്ക് അതൊരു ടൈമിലുണ്ട്. സാധനം ലഭ്യത കൂടുമ്പോൾ അതിന് റേറ്റ് കമ്മിയാവും, ലഭ്യത കമ്മിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവും. വില കൂടുതൽ പറഞ്ഞാൽ ചില സാധനങ്ങൾക്ക് വില കൂടുതലുണ്ട്. കൂടുതൽ വലിയൊരു ഓവർ റേറ്റ് ഒന്നും ഇപ്പം ഇല്ലല്ലോ. ചിക്കൻ്റെ വില കൂടുക പറഞ്ഞാൽ ചില ടൈമുകളിലേ കൂടുള്ളൂ. പിന്നെ ഈ ഇറക്കുമതിയൊക്കെ കുറയുമ്പോൾ ഇവിടെ കൂടും. വലുതായിട്ട് കാലവ്യത്യാസത്തിനനുസരിച്ചിട്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോ സീസണിനനുസരിച്ച് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. ഇത് പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വർഷങ്ങളോളമായിട്ട് ഒരേ ലെവലിൽ തന്നെ പോണത്. പലർക്ക് സാധനങ്ങൾക്കൊന്നും എന്നാ വില ഉണ്ടെങ്കിലും ഒന്നും അല്ലായില്ല, അങ്ങനെ ഒരു മീഡിയം സൈസിൽ പോകുന്നു. കാലവ്യത്യാസത്തിനനുസരിച്ച് കാർഷികോൽപ്പന്ന സാധനങ്ങളല്ലേ, അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടും ചിലപ്പോൾ തക്കാളിക്ക് 80, ചിലപ്പോൾ 20 കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ പല വിധത്തിലാണ്. ജനങ്ങളടുത്തൊന്നുമില്ല, എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഒന്നിനായിട്ടില്ല, ഇപ്പോൾ കോഴിക്കായിട്ടല്ല, എല്ലാ സാധനത്തിനും. നമ്മൾ പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ പച്ചക്കറിക്ക് വില വേണം. ബീഫ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ബീഫ് 250 ഇപ്പോൾ 320 ബീഫിന്. പിന്നെ ആട് 750 ഇപ്പോൾ 800 ആടിന്. പച്ചക്കറി എല്ലാ ഐറ്റംസും അതേമാതിരി തന്നെ എല്ലാവരും വില കൂടുതലാണ്. ഈ വില കൂടുമ്പോൾ എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഭയങ്കര ഒരു പാടായിരിക്കും. വില വർധനവിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ നിൽക്കുന്ന സാധാരണക്കാർക്കിടയിൽ ഇനി സർക്കാരിന്റെ യാതൊരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും അവർക്ക് ആവശ്യമില്ല. കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.